ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എൻ്റെ ഡെയിലി വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നലെ വൈകിട്ട് ചിക്കനൊക്കെ വാങ്ങി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് രാവിലെ ചിക്കൻ വറുക്കാൻ തന്നെ ഇട്ടിരിക്കുവാണ്. കിടന്ന് വേകുമ്പോഴത്തേക്കും ചായ വെക്കാമല്ലോ എന്ന് ഓർത്തു. പിന്നെ ചോറ് വെന്ത് വടിച്ചായിരുന്നേ. ഈ കഴിഞ്ഞ ദിവസം ഒന്നും ചോറ് വേകുന്നില്ലായിരുന്നേ, സമയം കിട്ടുന്നില്ലായിരുന്നു. നല്ല വേവുള്ള അരിയായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ 2-3 ദിവസമായിട്ട് രാത്രി റൈസ് കുക്കറിലേക്ക് തിളപ്പിച്ചിറക്കി വയ്ക്കുവാണ്. പിന്നെ അതേ ഞാൻ അതിനുശേഷം ചായ ഇടുവാണ്. നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? നല്ല വെയിൽ കണ്ടതാണ് രാവിലെ. അത് കഴിഞ്ഞപ്പോൾ ഇതേ മൂടി ചെറുതായിട്ട് ചാറുന്നു. പിന്നെ ഇത് തന്നെ, നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്, വെയിലാണോ മഴ മൂടലുണ്ടോ? കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗിൻ്റെ അകത്ത് കമൻറ്റ് കണ്ടതാണ്, ഈ വള എങ്ങനെയാണ് ഇത്രയും ചേരുന്ന കളറ് കിട്ടുന്നതെന്ന്. കുറേയൊക്കെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങും, ബാക്കിയൊക്കെ എൻ്റെ ഇക്കോ ഡൽഹിക്ക് പോവേ ബിസിനസ് ആവശ്യങ്ങൾക്ക്. അന്നേരം വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തരും. അങ്ങനെ ഡൽഹി, മഹാരാഷ്ട്ര അവിടെയൊക്കെ ഇഷ്ടം പോലെ വളയുടെ കളക്ഷനുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇഷ്ടം പോലെ കൊണ്ടുവന്ന് തരുവേ. അതുപോലെ ഡ്രസ്സിൻ്റെ കാര്യം ചോദിച്ചാൽ ഇഷ്ടം പോലെ ഡ്രസ്സ് എടുക്കുമല്ലോ എന്ന്. എൻ്റെ ഇക്കു എനിക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് എടുത്ത് തരുവേ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും സമ്മതിക്കത്തില്ലായേ. ഞാൻ പോലും അറിയാതെ ഇക്കു ബിസിനസ് ആവശ്യത്തിന് പോയിട്ട് വരുമ്പം എടുത്തുകൊണ്ട് തരികയും ചെയ്യും. അല്ലാതെ ഇഷ്ടം പോലെ വേറെ ഇവിടെ നിന്നും എടുത്തു തരുവേ. ഇപ്പോൾ എന്താ 2-3 ദിവസമായിട്ട് എനിക്ക് സ്ഥിരം കമൻ്റ് ഇടുന്ന കുറച്ച് പേരെ കാണാനില്ല. നിങ്ങളൊക്കെ തിരക്കിലാണോ? ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മീൻവണ്ടിയുടെ സൗണ്ട് കേട്ടെ. 2-3 ദിവസമായിട്ട് മീൻവണ്ടി വരുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ പോയി സിലോപ്പിയ ഉണ്ടായിരുന്നു, കൊഴുവ ഉണ്ട്, മത്തിയുണ്ട്, അങ്ങനെ കുറച്ചായിട്ട് മീനുകളുണ്ടായിരുന്നു. പിന്നെ ഞാൻ സിലോപ്പിയയും വാങ്ങി, മത്തിയും വാങ്ങിയേ. അതുകൊണ്ടൊന്ന് വെള്ളത്തിലിട്ട്, അപ്പോൾ ആ ചെതുമ്പലൊക്കെ ഒന്ന് കുതിർന്ന് കിടക്കുമല്ലോ, അപ്പം അത് കഴിഞ്ഞ് വെട്ടിയെടുക്കാമല്ലോ. അപ്പോഴേക്കും ചക്കിക്ക് പോകാൻ സമയമായ. ചക്കിയുടെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ ബാഗിൽ വെച്ച് ചക്കിയോട് ഞാൻ പറഞ്ഞ് 2 ദിവസമായിട്ട് നീ വാട്ടർ ബോട്ടിൽ കൊണ്ടുവരുന്നുണ്ട്, ഇന്ന് കൊണ്ടുവരുമോ എന്ന് ചോദിച്ച്. പിന്നെ ചക്കിക്ക് പെൻസിലൊക്കെ കൊണ്ടുപോകുമെന്ന് ചോദിച്ച്. എന്ന് ഒരു പെൻസിൽ വെച്ച് വേണേ. അതെല്ലാം കഴിഞ്ഞ് 8:50 ഞാനും ചക്കിയും കൂടെ റോഡിലേക്ക് പോവുകയാണ്. ചക്കിയുടെ ബസ് ഇപ്പോൾ നേരത്തെ വരും. ചക്കി ബസ്സിൽ കയറിപ്പോകുന്ന എന്താ കാണിക്കാത്തതെന്ന് കമൻറ്റ് കണ്ടേ. അത് വേറെ ഇപ്പോൾ കുറച്ച് കുട്ടികളുണ്ട്, ഒരു 6-7 കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്, അവരെയും കൂടെ വീഡിയോയിൽ എടുക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ചക്കിയുടെ ബസ് വരുന്നതും ചക്കി കയറുന്ന എടുക്കാത്തത്. ചക്കിയുടെ കൂട്ടത്തിൽ തന്നെയാണ് ആ പിള്ളേരും കൂടെ കയറുന്നത്. അങ്ങനെ ചക്കീനെ കൊണ്ടുപോയി വിട്ട് വന്നു. ഞാൻ മീനൊക്കെ വെട്ടിയെടുത്തു. പിന്നെ അതേ മീൻ വറുക്കാനിട്ടു. ഇനി മത്തി മുളകിട്ട് വെക്കണം. നിങ്ങൾക്കൊക്കെ ഇന്ന് എന്താ സ്പെഷ്യൽ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. രാവിലെ നിങ്ങൾക്ക് എന്തായിരുന്നു ഫുഡെന്നുള്ളതും ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യലെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ എൻ്റെ വീഡിയോസ് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് കാണണേ. പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റും ലൈക്കും ചെയ്യണേ. യൂട്യൂബിലാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യണേ. യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും DMൽ വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റയിലാണ് കാണുന്നതെങ്കിലും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. എന്നോട് ഒത്തിരി പേര് പറയാറുണ്ട് എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന്. പക്ഷേ അവരുടെ ഒന്നും ലൈക്കും കമൻറ്റും കാണുന്നില്ല. നിങ്ങൾ കാണുമ്പോൾ എന്തായാലും ഒരു ലൈക്കെങ്കിലും ഒന്ന് അടിച്ചിട്ട് പോണേ. പിന്നെ വേറെ ചിലർക്കൊരു വിചാരമുണ്ട്, ഇനി ലൈക്കെങ്ങാനും അടിച്ച് കൊടുത്താൽ അവർക്ക് പൈസ എങ്ങാനും കിട്ടിയാലോ എന്ന്. എനിക്ക് ലൈക്ക് അടിച്ചെന്നും പറഞ്ഞ് പൈസ കിട്ടുകയില്ലായേ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഓർത്ത് ലൈക്ക് അടിക്കാതെ ഇരിക്കണ്ടായേ. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ, കമൻറ്റ് വിടണേ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു ബ്ലോഗുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.